പറ്റി ചേച്ചി? ആ പഴയ നെഞ്ചുവേദന തന്നെ. ഡോക്ടറെ വിളിപ്പിച്ചില്ലേ? ഡോക്ടറെ വിളിച്ചിട്ട് കാര്യമില്ല. മരുന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ECG നോക്കണം. വരൂ, നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ടടാ, സാരമില്ല. സ്ലൈറ്റ് പെയിനാ, ചിലപ്പോ മസിൽ പെയിൻ ആയിരിക്കും. അങ്കിൾ അങ്കിൾ, ഇതിലും ഭേദം സെൻട്രൽ പ്രശ്ന. എന്താ കുട്ടി? നാത്തൂറാമിനെ ഇയാള് ഫോണിൽ ചീത്ത പറഞ്ഞു. ഞാനിനി എങ്ങനെ അയാളെ ഫേസ് ചെയ്യും? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ രാജ, ഇവരുടെ ചട്ടം പിത്തറ എന്റെ വീട്ടിൽ തന്നെ വേണോ? സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞു എന്ത് തോന്നിവാസം ആവാന്നായോ? ചേച്ചി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സിറ്റുവേഷൻ. അമ്മേ, പ്രോഗ്രാമിന്റെ ഇന്റർവ്യൂ പോർഷൻ ഇന്നാ എടുക്കുന്നേ. ഞാൻ ഇറങ്ങട്ടെ. ആ, നോ. ജോൺ, കൂടെ പോണം. ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. പറ്റില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പോയാ മതി. കമോൺ, ഗോ വിത്ത്. ഉണ്ണിയായിരിക്കും. ഹലോ, ഐ എം സോറി, ഷീ ഈസ് നോട്ട് ഹിയർ. കോൾ ബാക്ക് അറ്റ് 9 o'clock. അത് ഉണ്ണിയല്ല. അവൻ എന്താണോ വിളിക്കാത്തത്? നീ ഇന്ന് അവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അത് ഡെസേർട്ടിലാവുമ്പോ ഞാൻ ട്രൈ ചെയ്യാം. അല്ല, നിന്റെ ഈ തിരക്കിനിടയിൽ കുട്ടികളുടെ കല്യാണക്കാര്യം വല്ലതും ഓർക്കുന്നുണ്ടോ? മിത്രയെ നീ ഇങ്ങോട്ടൊന്ന് അയക്കണം. കുറച്ച് ഡ്രസ് എടുക്കാനാ. കല്യാണത്തിന് എന്റെ വക ഒരു കാശ്മീർ സിൽക്ക് സാരി. ചേച്ചി, അത് പിന്നെ ഉണ്ണി വന്നിട്ട് പോരെ? പോരാ, നീ അതിനിത്ര വറീഡാവണ്ട. അവളെ ഇങ്ങോട്ട് അയച്ചാ മതി. ഡ്രസ് എടുക്കാനൊന്നും ഉണ്ണിയെ കാക്കണ്ട. അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പിലും തുണിക്കടയിലും കയറാൻ അവനെ കിട്ടില്ല. എന്താ രാജ, നിനക്കും വയ്യേ? ഒരു ഫ്ലൂ പോലെ. സൂക്ഷിക്കണം. ഓ, എന്തൊരു തണുപ്പ്. ഞാനൊന്ന് കിടക്കട്ടെ. ചേച്ചി, ഞാനും അങ്ങോട്ട് ഇറങ്ങുക. മിത്ര രാവിലെ തന്നെ ഇങ്ങോട്ട് അയക്കണം. സാബ്, നമ്മളത് മേം സാബിനോട്. ഇനി ഒന്നും നോക്കണ്ട. ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കണം. മാനസികം. എന്നാലും നമുക്കത് പറയാതെ ഒക്കില്ലല്ലോ സാബ്. താൻ കണ്ടില്ലേ, എങ്ങനെ പറയും ഞാൻ? ഉണ്ണി ജീവിച്ചിരിപ്പില്ല എന്ന് സ്വബോധത്തോടെ എന്റെ ചേച്ചിയോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ പറയാതെ പറ്റില്ലല്ലോ സാബ്. പറയണം. ഹായ് ഹായ്, ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതാ. വാ. ഇനി എന്നെ നീന്നും മിത്രന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. ഓക്കേ. ജേഠാനി. ജേഠാനിയോ? ചേട്ടത്തിയമ്മ. ഉണ്ണി വിളിച്ചിരുന്നോ? ഉണ്ണി സാബിന് വീട് വിട്ടാ പിന്നെ ആ പരിപാടി ഒന്നുമില്ല. വാ, കുറച്ച് നടക്കാം. ഓക്കേ. സി, അധിക നേരം ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് അത്ര സേഫ് അല്ല. എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഏരിയ ആണിത്. എവിടെ നടക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളൊരു ശല്യമായല്ലോ. എനിക്ക് ഇയാളെ കാണുന്നേ ഇഷ്ടമല്ല. നോക്ക്, കഴുകന്റെ മുഖഭാവം. ലോകത്തെല്ലാരും ഇയാൾക്ക് സംശയം. ये पागल आदमी है. तुम नहीं मार सकते. Shoot him! Shoot him! पागल आदमी, भ्रांतन.
ഗുഡ് മോർണിംഗ്. ആ മോളോ ഒറ്റയ്ക്ക? ആ ആന്റിക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്നതാ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ഇന്നിൽ ലഞ്ച്, മൗര്യ പാർക്കിൽ ഡിന്നർ, പാലിക ബസാറിലൊരു മിനി ഷോപ്പിംഗും ഉണ്ട്. അങ്കിൾ എടുക്കുന്നില്ലേ? എനിക്ക് വേണ്ട മോളെ. ഓ ഇന്ന് എന്ത് പറ്റി രണ്ടുപേർക്കും? ഇന്നലെ മുതൽ തുടങ്ങിയ രണ്ടുപേരും കരച്ചിലും പിടിച്ചിലും. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. എന്താ എന്റെ അങ്കിളും ആന്റിയും ഇത്ര മൂഡ് ഓഫ് ആയത്? മിത്ര ഇവിടുന്ന് കൊണ്ടുപോകുന്ന കരുതിയിട്ടാ? ഉണ്ണി അത്ര ക്രൂവലാവില്ല. കല്യാണം കഴിഞ്ഞാലും ഇവള് നിങ്ങളുടെ കൂടെ തന്നെ കാണും. പോരെ? ഞാൻ പ്രോമിസ് തരുന്നു. ഇവളിവിടെ ഞങ്ങളുടെ കൂടെ തന്നെ കഴിയും. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മരിക്കാൻ ഞങ്ങൾക്ക് അത്ര പേടിയൊന്നുമില്ല. വിധി അങ്ങനെയാണെങ്കിൽ വി ആർ റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. അങ്കിൾ പ്ലീസ് ഇന്നെങ്കിലും ഈ ശല്യത്തിനൊന്ന് ഒഴിവാക്കിക്കൂടെ? വേണ്ട, അത് പറ്റില്ല. നിങ്ങളെങ്ങും പോകണ്ട. പോണം. മിത്രയ്ക്കൊരു ട്രീറ്റ് കൊടുക്കണം. പിന്നെ അമ്മയുടെ വക ഒരു കാശ്മീർ സാരിയും ഉണ്ട്. വേണ്ട, എങ്ങോട്ടും പോണ്ട. അങ്കിള് പറയുന്ന കേട്ടാ മതി. ഇന്ദു ആന്റി അങ്ങനെ ഒക്കെ പറയും. മിത്ര നീ വാ. അമ്മ ഞങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഇന്ന് എവിടെ വേണമെങ്കിലും പോയി ഷൈൻ ചെയ്തോളാം. ബായ് അങ്കിൾ, ഞങ്ങൾ പോണു. ശ്യാം സർ. 1 hour മാത്രം മതി ഔട്ടിംഗ്. യെസ് സർ. കനോട്ട് പ്ലേസോ പാലിക ബസാറോ വേണ്ട. സേഫായ മറ്റേതെങ്കിലും സ്ഥലം. സർ. ബി കെയർഫുൾ. യെസ് സർ. അവർക്ക് എന്തെങ്കിലും? ഒന്നും സംഭവിക്കില്ല മാഡം. ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടുത്താം. ബി പേഷ്യന്റ് ഡിയർ. ഡ്രൈവർ ഗാഡി എടുക്കോ. ഹായ്. ഹായ്. മിത്ര, മിത്ര ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നാത്തുറാം. നാത്തു, മീറ്റ് മൈ ഹോണിവാലി ഭാബി മിത്ര ആർ വർമ്മ. നമസ്തേ. നേരത്തെ പെഹൽഗാമാണ്. ഇപ്പോ BBC-യുടെ ഡൽഹി പ്രോഗ്രാം മാനേജർ. അച്ഛന് ഫ്രാൻസിൽ ഡയമണ്ട് ബിസിനസ് ആണ്. അപ്പോ ലക്ഷപ്രഭു എന്ന് പറയാൻ പറ്റില്ല, കോടീശ്വരനാണ്. നിങ്ങൾ രണ്ടാളും സീരിയസ് ആണെങ്കിൽ ഉഷേന്റെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അയ്യോ, പക്ഷേ നിന്നെ പാരീസിലേക്കൊന്നും വിടില്ല. ആട്ടം കൂത്തൊക്കെ ഇന്ത്യൻ സ്റ്റേജിൽ തന്നെ മതി. भाभी ने क्या बोला? भाभी मुझसे नाराज तो नहीं है? ये हमारा दिल का टुकड़ा है, इसे हम नजरों से दूर नहीं होने देंगे. आज का लंच हमारे घर में. Agreed. ഫ്രാൻസിൽ നിന്ന് എന്നെ കാണാൻ അവർ വന്നിട്ടുണ്ട്. ആര് വന്നിട്ടുണ്ട്? ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും. കം ലെറ്റ്സ് ഗോ. സോറി, അത് പറ്റില്ല. വൈ നോട്ട്? സ്ട്രേഞ്ചേഴ്സിനെ കാറിൽ കയറ്റാൻ പാടില്ല. അത് പ്രോട്ടോകോളിനെതിരാണ്. നോട്ട് സ്ട്രേഞ്ചർ അല്ല. ഹി ഈസ് മൈ ഇന്റിമേറ്റ് ഫ്രണ്ട്. ആയിരിക്കാം. ഇറ്റ് ഡസന്റ് മാറ്റർ. എനിക്ക് ഇയാൾ അപരിചിതനാണ്. നോക്ക്, ഇതിനൊന്നും എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. ഓക്കെ, കം ഓൺ മാൻ, ഗെറ്റ് ഇൻ. आई एम सॉरी, आप इस कार में नहीं आ सकते. It's against security regulations. भाड़ में गया तुम्हारा रूल. Please, don't try to create a scene. टैक्सी. ओके, आई विल मैनेज. मैं टैक्सी में चलता हूँ, यू फॉलो मी. Please. ആ കാറിന്റെ പുറകെ പോയാൽ മതി. ഗ്രേറ്റർ കൈലാഷിൽ എന്തോ കമ്മ്യൂണൽ റൈറ്റ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇന്റലിജൻസ് മെസ്സേജ്. DSF-ഉം ഡൽഹി പോലീസും റോഡ് ബ്ലോക്ക് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റൂ. ഐ എം സോറി. നോ, നാത്തുറാമിന്റെ ഫ്ലാറ്റിലേക്ക് അല്ലാതെ ഞങ്ങളില്ല. എന്റെ ഡ്യൂട്ടിയിൽ ഇടപെടരുത്. ഓ ഷിറ്റ്. വീട്ടിലേക്ക്.